ഹൈ മക്കൾസ്, അപ്പോൾ ഓണപരീക്ഷയാണ്. ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. നിർബന്ധമായും പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിർബന്ധം പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു സമയം പോലും ഞാൻ ഒരു സെക്കൻഡ് എവിടെയും വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ചോദ്യത്തിൽ കിടക്കണം. ആദ്യ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ സ്ലോഗൻ. താഴെ കൊടുത്തിരിക്കുന്ന സ്ലോഗൻസിനെ തിരിച്ചറിയുക, മുദ്രാവാക്യത്തെ തിരിച്ചറിയുക. അതൊക്കെ മുദ്രാവാക്യങ്ങളാണ്. നമ്പർ 1, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏതാ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയതാ? അമേരിക്ക ആണല്ലേ. നോട്ട് ചെയ്ത് വെക്കുക, അമേരിക്ക പഠിച്ചു വെക്കുക. രണ്ടാമത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവമാണ്. പഠിച്ചു വെക്കുക. ഇത് വേണമെങ്കിൽ ഒരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. പഠിച്ചു വെച്ചോ, ചിലപ്പം ചോദിക്കും, മാർക്ക് പോക്കണ്ട. രണ്ടാമത്തെ സ്റ്റേറ്റ് ദ ഇമ്പാക്ട് കോസ്ഡ് ബൈ ദ എക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929 അപ് ടു അപ്പോൺ ദ വേൾഡ്. 1929 സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ഏത് രീതിയിലാണ് ബാധിച്ചത്? നമുക്കറിയാം, വലിയൊരു സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അത് ലോകത്തെ എങ്ങാനും ഈവൻ നമ്മൾ ഇന്ത്യയെ പോലും ബാധിച്ചിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് നോക്കുക? നമ്പർ 1, പീപ്പിൾ ഹു ബിക്കം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡ് നോട്ട് അഫോർഡ് ദ കമ്മ്യൂണിറ്റീസ്. എന്നാണ് യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് എന്ത് വാങ്ങാൻ സാധിച്ചില്ല? സാധനങ്ങളോ കമ്മ്യൂണിറ്റികളോ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു, അല്ലേ? അതുപോലെ തന്നെ goods were kept unsold in factories. സാധനങ്ങൾ വിൽക്കപ്പെടാതെ എവിടെ കെട്ടിക്കിടക്കാൻ വേണ്ടി തുടങ്ങി? ഫാക്ടറികൾ കെട്ടിക്കിടക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് യൂറോപ്യൻ നേഷൻ ഫെയിൽ ടു റീപേ ദെയർ ഡെപ്റ്റ് ടു USA. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ആ USA അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് തിരിച്ചടക്കേണ്ട കടം വാങ്ങിയിരുന്നു. ഏത് സമയത്ത്? നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ യുദ്ധ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി അമേരിക്ക കുറേ പൈസ കടം കൊടുത്തിരുന്നു. അതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അവസാനം ബാങ്ക് കൊളാപ്സ്, ബാങ്കുകൾ തകരുന്ന സാഹചര്യത്തിലേക്ക് പോയി. ആൻഡ് ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. എന്താണ്? നാണ്യപ്പെരുപ്പം, എന്താണ്? പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധനത്തിന്റെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആളുകൾക്ക് ഒരു സാധനം പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു. അക്യൂർ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. ഇതെല്ലാം കൂടി അവസാനം എന്തിലേക്ക് ലീഡ് ചെയ്യാണ്? തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ലീഡ് ചെയ്യാണ്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റുകളെ കൃത്യമായി നിങ്ങൾ പഠിച്ചു നോക്കുക. എത്ര മാർക്കാണ് ചോദിക്കുക അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. അടുത്ത ചോദ്യം പിടിച്ചോ. ഐഡന്റിഫൈ ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെപ്പോളിയൻ ഇൻ ഫ്രാൻസ് ഫോർ എക്കണോമിക് ചേഞ്ച്. സാമ്പത്തിക മാറ്റങ്ങൾക്കായി ഫ്രാൻസിൽ നെപ്പോളിയൻ അവതരിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് ചോദിച്ചത്, അല്ലെ? സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് തിരിച്ച് 2 മാർക്കിന് ചോദിച്ചാണ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 6 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം. ഇവിടെ ചോദിച്ചത് എന്താ? സാമ്പത്തിക പരിഷ്കാരത്തിനായി ചോദിച്ചത്. സാമ്പത്തിക പരിഷ്കാരം, എക്കണോമിക് റിഫോംസ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിനപ്പോൾ 2 മാർക്കാണ് ചോദിച്ചത്. ആകെ 2-3 പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ എന്താ നിങ്ങൾ എഴുതുക? നിങ്ങൾ എഴുതേണ്ട എന്തൊക്കെയാ? സാമ്പത്തികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോമഡ് സിങ്കിങ് ഫണ്ട് വിത്ത് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവന്നു? നമ്മുടെ സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്ത് അവിടെ എഴുതേണ്ട 2 പോയിന്റ് കേട്ടോ. അപ്പോൾ അല്ലാതെ അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഇത് എക്കണോമിക് റിഫോംസ് എന്നുള്ളത്. ഇനി നേരെ മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ചോദ്യം എങ്ങനെയാണോ ചോദിക്കുന്നത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. വെറുതെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന കാര്യമെന്ന് കരുതി കുറേ എന്തെങ്കിലും എഴുതി വെക്കാൻ പോയാൽ നമുക്ക് എന്ത് ചെയ്യും? പണി കിട്ടും. അടുത്ത നോക്കാം. അടുത്ത റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം? റഷ്യൻ റവല്യൂഷൻ സെപ്പറേറ്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. റഷ്യൻ റവല്യൂഷൻ റിസൾട്ട്, ഫലങ്ങൾ, അല്ലേ? പ്രധാന വലിയ മാറ്റം റഷ്യ കൊണ്ടുവന്നു, അല്ലേ? ഒന്നാമതായിട്ട് റഷ്യ എന്ത് ചെയ്തു? 1-ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ റഷ്യ പിൻവാങ്ങി. അതുപോലെ സീസ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ പെസൻസ്. എന്താണ്? കർഷകരിൽ നിന്നും ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് ആർക്ക് കൊടുത്തു? പാവപ്പെട്ട കർഷകർക്ക് കൊടുത്തു. അത് ഏത്? ലാൻഡ് ലോഡ്സ് കേട്ടോ. ഭൂമി എന്ത് ചെയ്തു? പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഭൂമികളൊക്കെ ആർക്ക് വിതരണം ചെയ്തു? കർഷകർ വിതരണം ചെയ്തു കൊടുത്തു. ഗിവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. എന്താണ്? പൊതുമേഖല ഉടമസ്ഥക്ക് പ്രാധാന്യം നൽകി. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് നടപ്പിലാക്കി. അതുപോലെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വരികയും സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR രൂപീകരിക്കുകയും ചെയ്തു, അല്ലേ? സോ ഇതൊക്കെ എന്താണ്? 1919 റഷ്യൻ റവല്യൂഷന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. 1917 റഷ്യൻ റവല്യൂഷൻ നടന്ന മാറ്റങ്ങളാണ്. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കുക. റെഡി? അടുത്ത നോക്ക് നിങ്ങൾ. അടുത്ത ചോദ്യം: ഐഡന്റിഫൈ ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ഫ്രം ദ കൊളോണിയൽ പവർ. കൊളോണിയൽ ശക്തിയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ ജനത നേരിടേണ്ടി വന്ന എന്താണ് ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്, അല്ലേ? പ്രധാനമായും നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന 2 ആളുകൾ ആർക്കാ? സ്പെയിനും പോർച്ചുഗീസും, അല്ലേ? അപ്പോൾ ആ കാര്യം ഓർത്ത് നോക്കുക. എന്തൊക്കെയാണ് അവർ ചെയ്തത്? 2 സാമ്പത്തികമായും അതുപോലെ തന്നെ എക്കണോമിക്കൽ ആൻഡ് കൾച്ചറലി 2 രീതിയിലാണ് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അല്ലേ? എന്താ എക്കണോമിക്കൽ എന്തൊക്കെയാണ് ചെയ്ത് നോക്കി നിങ്ങൾ? ദേ വർ വൈഡ്ലി ലൂട്ടഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്. എന്താണ്? കൊളോണിയൽ കാലഘട്ടത്തിൽ അവരുടെ സ്വത്തുക്കൾ അവരെന്ത് ചെയ്തു? വൈഡ്ലി ലൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അവരെ കൊണ്ട് അടിമകളെ പോലെ എൻസ്ലേവ് ആക്കിക്കൊണ്ട് അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. കൂലിയൊന്നും കൊടുത്തിരുന്നില്ല, അല്ലേ? അവരുടെ സാമ്പത്തിക എക്കോണമിയൊക്കെ അവരെന്ത് ചെയ്തു? കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി കൾച്ചറിൽ എങ്ങനെയാണ് സാംസ്കാരികമായി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? പ്രൊപ്പഗേഷൻ ഓഫ് സ്പാനിഷ് കൾച്ചർ ആൻഡ് ദ ഡിമോളിഷൻ ഓഫ്
ഓഫ് നാറ്റീവ് കൾച്ചർ ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾസിനെ തദ്ദേശീയ നാറ്റീവ് കൾച്ചറിനെ കംപ്ലീറ്റ്ലി ഇല്ലാതായിക്കൊണ്ട് അവരുടെ ഭാഷ കൊണ്ടുവന്നു, അവരുടെ മതം കൊണ്ടുവന്നു, അവരുടെ കസ്റ്റംസ് കൊണ്ടുവന്നു, അവരുടെ പള്ളി ബിൽഡിങ്സ് കൊണ്ടുവന്നു, അവരുടെ കൃഷിരീതികൾ കൊണ്ടുവന്നു, അവരുടെ രോഗങ്ങൾ വരെ എന്ത് ചെയ്തു ആ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. അതുപോലെ തന്നെ ഏറ്റവും വലിയ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ലാറ്റിൻ അമേരിക്കൻ ആളുകളെ വെറും 2ാം 3ാം കട പൗരന്മാരായിട്ടാണ് അവരെന്ത് ചെയ്തത്, അവർ കണക്കാക്കിയിരുന്നത്. സോ ദിസ് ഓൾ അബൌട്ട് എങ്ങനെയാണ് എക്കണോമിക്കലി, എങ്ങനെയാണ് കൾച്ചറലി ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിനെതിരെ പ്രവർത്തിച്ച 3 ലീഡേഴ്സിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അടുത്ത പിടിച്ചോ, വാട്ട് ആർ ദ പ്രൊവിഷൻ ഓഫ് ട്രീറ്റി ഓഫ് വെർസൈൽ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്തെല്ലാം? വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് വേഴ്സൈൽ ട്രീറ്റി അല്ലെങ്കിൽ വേഴ്സൈൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ജർമ്മനിക്ക് 8x8x8x8 പണി കൊടുത്തതാണ് എന്താ വേഴ്സൈൽ ട്രീറ്റി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ് വേഴ്സൈൽ ട്രീറ്റി എന്ന് പറഞ്ഞാൽ? ഒന്ന്, ജർമ്മൻ കോളനീസ് വർ ഡിവൈഡ് അമംഗ് ദ വിക്ടോറിയസ് പവർ. ജർമ്മനിയുടെ കോളനികൾ ആര്? സഖ്യ കക്ഷികൾ മുഴുവൻ വീതിച്ചെടുത്തു. ജർമ്മനി വാസ് ടു ഫോഴ്സ്ഡ് ബൈ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാർ ഇൻഡംനിറ്റി. യുദ്ധ നഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി ആർക്ക് കൊടുക്കേണ്ടി വന്നു? സഖ്യ കക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു. ദ അലൈൻ ഓക്യുപൈ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് ജർമ്മനി വാസ് ഡിസ്ആംഡ്. എല്ലാത്തിലും ഉപരിയായിക്കൊണ്ട് യുദ്ധം എന്താണ്? വാർ ഗിൽറ്റ്, യുദ്ധത്തിന്റെ കുറ്റം മുഴുവൻ ആരെ തലയിലോ? ജർമ്മനിയുടെ തലയിൽ എന്ത് ചെയ്തു? കെട്ടിവെച്ചു. അതുപോലെ തന്നെ യുദ്ധത്തെ ജർമ്മനിയെ ഡിസ്ആം. എന്താ ഡിസ്ആം എന്ന് പറഞ്ഞാൽ മക്കളെ? നിരായുധീകരിക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആയുധങ്ങളോ വെപ്പൺസോ ആർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ ജർമ്മനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ജർമ്മനിയെ നിരായുധീകരിച്ചു, ഡിസ്ആംഡ് ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അപ്പൊ ഈ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് നാസിസം ആൻഡ് ദ ഫാസിസം. നാസിസവും ഫാസിസവും മക്കളെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇവിടുന്ന് ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ സാർ എങ്ങനെയാ പഠിച്ചു വെക്കുക? കുറെ ഉണ്ടല്ലോ. അത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ ഈ കോളത്തിലാണ് ബേസിക് ആയ നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും സവിശേഷതകൾ, ഫീച്ചേഴ്സ്. ഇത് പഠിച്ചു വെക്കുക. ബേസിക്കലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ആരാണ് ഫാസിസ്റ്റുകളുടെ നേതാവ്? ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ആരാണ് നാസിസ്റ്റുകളുടെ നേതാവ്? ആരാണ്? അഡോൾഫ് ഹിറ്റ്ലറാണ്. നാസിസം എവിടെയാണ്? ജർമ്മനിയാണ്. ഫാസിസം ഇറ്റലിയിലാണ്. ഇതാണ് ബേസിക് പഠിച്ചു വെക്കേണ്ടത്. ഇനി അതിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. അവർക്ക് ഈ നാസിസത്തിനും ഫാസിസത്തിനും ഉണ്ടായിരുന്ന ഒരു കോമൺ കാര്യങ്ങളാണ് പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കുക, ശത്രുക്കളുടെ ഉന്മൂലനം ചെയ്യുന്ന രീതികൾ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, അഗ്രസീവ് ഫോറിൻ പോളിസി. ഈ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 പേരുടെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ പഠിക്കാം. ആദ്യം പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ആരാ മുന്നില? ഫാസിസ്റ്റുകളാണ്. ഗ്ലോറിഫൈഡ് ആൻഷ്യൻ റോമൻ എംപയർ, പ്രാചീന റോമ സാമ്രാജ്യം സ്ഥാപിച്ചു. നാസിസ്റ്റുകളോ ആരാണ്? പ്യൂരിറ്റി ഓഫ് ആര്യൻസ്, ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും നല്ല വംശം, അവരാണ് ലോകം ഭരിക്കേണ്ടത്, അവരാണ് ജർമ്മനിക്കാരെന്നാണ് ആര് പറഞ്ഞത്? ഹിറ്റ്ലർ പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ കാര്യം നോക്കി നിങ്ങൾ, സോഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ ലീഡേഴ്സ് ഓഫ് പെസൻസ്, വർക്കേഴ്സ്, ദോസ് ഓപ്പോസ്ഡ്. ആരൊക്കെയാണ് അവരെ എതിർക്കുന്നത് അല്ലേ? സോഷ്യലിസ്റ്റുകൾ, അതുപോലെ തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും നേതാക്കളൊക്കെയാണ് അവരുടെ ശത്രുക്കളെ പ്രഖ്യാപിച്ചത്. നാസിസ്റ്റുകളുടെ, സോഷ്യലിസ്റ്റുകളുടെ, കമ്മ്യൂണിസ്റ്റുകളുടെ, ജൂതന്മാരുടെ, ജനാധിപത്യ വിശ്വാസികളുടെ, അവരൊക്കെയായിരുന്നു നാസികളുടെ ശത്രുക്കൾ. ഓക്കെ, 2 പേർക്ക് ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ. അടുത്ത് നോക്കി നിങ്ങൾ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. ആർക്കാ? മിലിറ്ററി ഫോഴ്സ് എന്ന ബ്ലാക്ക് ഷർട്ട് എന്ന് പറഞ്ഞ മിലിറ്ററി ഫോഴ്സ് ആർക്കുണ്ട്? മുസോളിനിക്കുണ്ട്. എന്നാലോ നമ്മുടെ ഹിറ്റ്ലർക്കാരായിരുന്നു അത് ബ്രൗൺ ഷർട്ടാണ്, തവിട്ട് കുപ്പായക്കാരല്ല, ബ്രൗൺ ഷർട്ട്. അതുപോലെ തന്നെ ഗെസ്റ്റപ്പോ എന്ന പേരില്ല ഒരു രഹസ്യ പോലീസും ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഹിറ്റ്ലർ ഉണ്ടായിരുന്നു അല്ലെ. ഈ ഗെസ്റ്റപ്പോയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ ബ്രൗൺ ഷർട്ടിനെ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ജൂതന്മാരെ അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം കൊന്നൊടുക്കിയത് അല്ലെ. ജൂതന്മാരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലടിച്ച് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അവിടെ കൂട്ടക്കൊല നടത്തിയിരുന്നു. ആ കാര്യം കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കണം. അതുപോലെ അഗ്രസീവ് ഫോറിൻ പോളിസിയാണ്. ഏതെല്ലാം രാജ്യങ്ങളെയാണ് അവർ ആക്രമിച്ചത് അല്ലെ. കോൺകേർഡ് എത്യോപ്യ, അൽബേനിയ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ അറ്റാക്ക്ഡ് ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്കിയ പോലത്തെ രാജ്യങ്ങൾ ആക്രമിച്ചു. അതുപോലെ തന്നെ അവസാനം ഹിറ്റ്ലർ എന്തിയാണ്? 2ാം ലോകമായതും സെക്കൻഡ് വേൾഡ് വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ള സൈനിക സഖ്യ രൂപീകരണത്തിലേക്ക് പോകാൻ ആര്? ഹിറ്റ്ലർ. ആരൊക്കെയാണ് കൂടെ ചേർത്തത്? ഇറ്റലിയെയും ജപ്പാനെയും കൂടെ ചേർത്തുകൊണ്ട് അച്ചുതണ്ട് ശക്തികൾ, ആക്സിസ് പവർ എന്ന പേരിൽ എന്താണ് ഒരു പുതിയ സഖ്യം രൂപീകരിക്കണം. അതോടുകൂടി യുദ്ധം അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. റെഡി? അപ്പൊ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും സവിശേഷകൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. ഇനി വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് USSR? സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ കാരണം എന്തല്ല? അവിടെ സോവിയറ്റ് യൂണിയൻ തകർച്ചക്കാരൻ എന്താ? 1991 സോവിയറ്റ് യൂണിയൻ തകരുന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? നമ്പർ 1, മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്, ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക. രണ്ടാമത് സോഷ്യലിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമുക്കറിയാം USSR സോഷ്യലിസത്തിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസ് ആണ് USSR ഉണ്ടായത് അല്ലെ. എന്നാൽ ആ അടിസ്ഥാന തത്വത്തിനും അവർ വ്യതിചലിച്ചു, അവർ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പല ലിബറൽ ആശയങ്ങളും അവർ അംഗീകരിക്കാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ ഡെവലപ്മെന്റ് കണ്ടിട്ട് ആ ആശയങ്ങൾ അവർ ഉൾക്കൊള്ളാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സോഷ്യലിസം എന്ന കൺസെപ്റ്റ് അവർ പതുക്കെ വ്യതിചലിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷൻ, അഴിമതി, ഇതെല്ലാം ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. USSR തകർച്ചയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. USSR തകർന്നപ്പോൾ അമേരിക്ക എന്ത് ചെയ്യാണ്? നമ്പർ 1 ആയിട്ട് മാറാം അല്ലെ. അങ്ങനെ അമേരിക്ക നമ്പർ 1 ആയപ്പോൾ ലോകത്തെ മുഴുവൻ അമേരിക്കയുടെ കീഴിലാക്കാൻ വേണ്ടി അമേരിക്ക
അമേരിക്ക മുന്നോട്ട് വെച്ച സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചേക്കണം. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ്? ഒന്ന്, യൂട്ടിലൈസിംഗ് ദ ഇന്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. അല്ലേ, എന്താണ് അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി അമേരിക്ക ലോക രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. ആൻഡ് എക്സ്റ്റൻഡഡ് മിലിറ്ററി അലയൻസ്, വിപുലമായ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. മീഡിയ വർ യൂസ് ടു പ്രൊമോട്ട് അമേരിക്ക വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. എന്താണ് അമേരിക്കയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചു. അല്ലെ, ആൻഡ് മീഡിയ. യെസ്, അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇത് എക്സാമിന് 2-3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് UNO? UNOയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? UNO ഐക്യരാഷ്ട്ര സംഘടന. മക്കളെ വളരെ പ്രധാനപ്പെട്ടാണ് UNO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. UNOയെ പറ്റി പഠിക്കാണ്ട് എന്താ UNO ലക്ഷ്യങ്ങൾ, എന്താണ് ഒബ്ജക്റ്റീവ് UNO? സേവ് ഫ്യൂച്ചർ ജനറേഷൻ ഫ്രം ദ വാർ. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക. പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോ. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. ഫോസ്റ്റർ സോഷ്യൽ എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രീസ്. ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഈ 3 കാര്യം പഠിച്ചു. അതൊരു ഷുവർ ക്വസ്റ്റ്യനാ, എന്തായാലും 3 മാർക്കിന് ചോദിക്കും. പഠിച്ചു വെച്ചോ. അടുത്ത പിടിച്ചോ. റൈറ്റ് എനി 2 challenges of globalization on developing countries. ആഗോളവൽക്കരണം ഇന്ത്യ പോലത്തെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാജ്യങ്ങളെ ഏതെല്ലാം രീതിയിലാണ് അവരെ ബാധിച്ചത്? ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചത്? നമ്പർ 1, the intervention of multinational companies challenge the concept of national state. എന്താണ് ദേശരാഷ്ട്രം എന്ന ആശയത്തിന് അത് എന്ത് ചെയ്യാണ്? പണി കൊടുക്കുക. അല്ലെ, ദേശരാഷ്ട്രം നാഷണൽ സ്റ്റേറ്റ് കൺസെപ്റ്റ് ഇല്ലാതാക്കി. അതുപോലെ തന്നെ തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ച കാരണമായി ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനിയസ് കൾച്ചർ. കാരണം ആ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ആഗോള സംസ്കാരങ്ങൾ പല സ്ഥലത്തേക്കും വ്യാപിച്ചു. ആ നാടിന്റെ സംസ്കാരം ഇല്ലാതെയായി. ആൻഡ് പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്ലാങ്ക്, എന്താണ് കാർഷികോൽപ്പന്ന വില ഇടിഞ്ഞു. കാരണം എന്താണ് വളരെ കുറഞ്ഞ വിലക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന പല അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സാധനങ്ങളുടെ വില എന്ത് ചെയ്തു? കുറഞ്ഞു. ആൻഡ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൈസ ഇല്ല. എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് കൂട്ടിമുട്ട് അല്ലെങ്കിൽ അവരോട് മത്സരിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിയാത്ത സാഹചര്യം വന്നു. സാമൂഹിക സേവന മേഖലയിൽ നിന്നും സർക്കാർ പിന്മാറി. ആൻഡ് നാച്ചുറൽ റിസോഴ്സ് വർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ അവർ കൊള്ളയടിച്ചു. സോ ഈ പോയിന്റുകളൊക്കെ എഴുതി വെക്കുക. 4 മാർക്ക് വെച്ച് ഒരു 5 പോയിന്റ് ചെയ്താൽ, 2 മാർക്ക് വെച്ച് ഒരു 3 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? എഴുതിയാൽ മതി. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റെഡി? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് വേണം എവിടേക്ക് പോകാൻ, പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ ടോപ്പിക് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യും. കൃത്യമായി ലൈവിലെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകുക. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത ലൈവായിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ.